നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അഗാപ്പയുടെ കാര്യമാണ്. അഗാപ്പെ എന്തായിരുന്നു? അഗാപ്പെ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്തത് നിരുപാധിക സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്, അൺകണ്ടീഷണൽ. അപ്പൊ നമ്മുടെ ഈ ഹ്യൂമാനിസം എന്നുള്ള സബ്ജക്റ്റിന്റെ പ്രത്യേകത നമുക്കറിയാലോ. ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. അതേപോലെ അത്തരം പ്രിൻസിപ്പിൾ എന്തുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നു, അത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെയാണ് നമ്മൾ ഹ്യൂമാനിസത്തിൽ പഠിക്കുന്നത്. നമ്മൾ കുറേ പ്രിൻസിപ്പിൾസ് പഠിച്ചതിൻ്റെ കൂടെ അഗാപ്പയും പഠിച്ചു. ആ അഗാപ്പ എന്നുള്ള വാക്ക്, അതിന് ശരിക്കൊരു മീനിങ് നമ്മുടെ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ളവരെ സംരക്ഷിക്കുക, സേവിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കുറച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഈ ടോപ്പിക്കൊക്കെ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയി. അഗാപ്പെ കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു വാക്ക്, ഇപ്പോൾ 1-2 വാക്ക് നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ചില വാക്കുകളും പിന്നെ ബൈബിളിൽ നിന്ന് മറ്റും വന്ന കുറച്ച് വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അറബിക്കിൽ നിന്ന് വന്ന മറ്റൊരു വാക്കാണ് ഇൻസാനിയത്ത് എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു. ഇൻസാനിയത്ത് അതിന് ശരിക്കുള്ള ഒരു മീനിങ് മനുഷ്യത്വം എന്നാണ്. ഇത് അറബി ഭാഷയിലൊരു പദമാണ്. ഒരു മനുഷ്യൻ എങ്ങനെ മനുഷ്യനാവണം എന്നുള്ളത്. ശരിക്കും മനുഷ്യൻ എന്നുള്ള ആ വാക്കിന് തന്നെ കുറെ ആളുകൾ പല രീതിയിലുള്ള മീനിങ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒരു മനുഷ്യൻ? അതിൽ ഒരു മീനിങ് പറയുന്നത് മനനം ചെയ്യാൻ പറ്റുന്നവനാണ് മനുഷ്യൻ എന്നാണ്. ദാറ്റ് മീൻസ് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള, മറ്റുള്ളവരെ കൂടി പരിഗണിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള ഒരാളാണ് മനുഷ്യൻ. നമ്മൾ അതുകൊണ്ടാണല്ലോ മനുഷ്യൻ എന്നുള്ള വാക്കിന്റെ കൂടെ മനുഷ്യത്വം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് മനുഷ്യത്വം ഇല്ല നമ്മൾ പറയുമല്ലോ. മറ്റുള്ളവരെ കൂടി പരിഗണിക്കലാണ് ശരിക്കും ഇൻസാനിയത്ത് എന്ന് പറയുന്നത്. ആ മറ്റുള്ളവർ അത് ഏതോ ആവട്ടെ, ഏത് ജാതിയോ മതമോ എന്തോ ആവട്ടെ. നമ്മൾ മതത്തിൽ നോക്കുന്ന സമയത്ത് ശരിക്കും ഒരു മതങ്ങളും തമ്മിൽ ഒരു കോൺഫ്രണ്ടേഷൻ ഇല്ല, സംഘട്ടനങ്ങളില്ല മതങ്ങൾ തമ്മിൽ. ആളുകൾ തമ്മിൽ സംഘടന ഉണ്ട്, അത് ബുദ്ധിയില്ലാഞ്ഞിട്ടാണ്. മതങ്ങൾ തമ്മിൽ ഒരിക്കലും എന്തില്ല, സംഘട്ടനങ്ങളില്ല. ഇതെല്ലാം അവസാനം എത്തിച്ചേരുന്നത് ഒന്നിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം അവസാനം ഒന്നിൽ ചെന്ന് അവസാനിക്കുന്നുണ്ട്. ദൈവം ഒന്ന് തന്നെ ഉള്ളൂ, അതിലേക്ക് നമ്മൾ എത്തും. എന്നാലും ഇവിടെ നമ്മൾ ഇൻസാനിയത്ത് എന്ന വാക്കാണ് പറഞ്ഞത്. അത് മനുഷ്യനായിട്ട് ജീവിക്കുക, അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരോടും എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ്. നിങ്ങൾ മതഗ്രന്ഥങ്ങൾ എടുത്തു നോക്കൂ. ഓരോ മതത്തിലും ആ മതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. പുറത്തുള്ള ആളുകളോട്, ഇപ്പോൾ ഹിന്ദു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള വാക്കാണ്. അത് ലോകത്തിലുള്ള എല്ലാവർക്കും സൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ എടുത്താലും അങ്ങനെ തന്നെയാണ്. ലോകത്തിലുള്ള എല്ലാവർക്കും ദൈവത്തെ തന്നെ അതിൻ്റെ ഒരു കൺസെപ്റ്റ്, ഞാനോ ശിരസ് നിങ്ങളോ എൻ്റെ അവയവങ്ങൾ എന്നാണ്. ഞാനോ ശിരസ് നിങ്ങളോ എൻ്റെ അവയവങ്ങൾ എന്ന് ദൈവം പറയുന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനികളെ കുറിച്ച് മാത്രമല്ല. നിങ്ങൾ എന്നാണ്, അവിടെ ഒരു മതം ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. ശിരസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ പാർട്സുകൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ചെറിയൊരു മുള്ളു കൊണ്ടാൽ ആ വേദന എത്തുന്നത് എവിടെയാണ്? ശിരസിലാണ്, തലച്ചോറിലാണ് ആദ്യം അറിയാം. സോ ആ വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചത്
മനുഷ്യന്മാർക്ക് എന്തെങ്കിലും വേദന അനുഭവിച്ചാൽ അതിൻ്റെ വേദന, ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ അതിൻ്റെ വേദന ആദ്യം എത്തുന്നത് ദൈവത്തിനാണ്. ഒരു മനുഷ്യനെ വേദനിപ്പിച്ചാൽ അത് ദൈവത്തിനെ വേദനിപ്പിച്ച പോലെയാണ്. വേദന അറിയുന്നത് തലച്ചോറിലാണ് എന്നർത്ഥം. അപ്പോൾ മനുഷ്യന്മാരെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല, മനുഷ്യത്വം നമ്മൾ കാത്ത് സൂക്ഷിക്കണം. ആ രീതിയിൽ തന്നെ ഇൻസാനിയത്ത് അറബി പദങ്ങളിലും ഖുറാനിലും നമുക്ക് കാണാൻ സാധിക്കും. ഐ റെസ്പെക്റ്റഡ് ഹ്യൂമൻ ബീയിങ് എന്ന് ഒരു ആയത്തുണ്ട് ഖുറാനിൽ. ഐ റെസ്പെക്റ്റഡ് ഹ്യൂമൻ ബീയിങ്. അവിടെ യൂസ് ചെയ്ത വാക്ക് ഹ്യൂമൻ ബീയിങ് ആണ്. എന്താണ് ഹ്യൂമൻ ബീയിങ്? അറബിയിൽ അതിനെ ബനി ആദം എന്ന് പറയും. ബനി ആദം, ആദം സന്തതികൾ എന്ന് ചില സ്ഥലത്തൊക്കെ അങ്ങനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഓ മനുഷ്യരെ, അല്ലെങ്കിൽ ആദം സന്തതികളെ, ബനി ആദം. അത് യൂസ് ചെയ്തത് മനുഷ്യന്മാരെ ഒന്നിച്ചാണ്. എന്നിട്ട് ഐ റെസ്പെക്റ്റഡ് ഹ്യൂമൻ ബീങ്, ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു ദൈവം പറയാണ്. മനുഷ്യരെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു. ദൈവം ബഹുമാനിച്ച മനുഷ്യന്മാരെ നമ്മൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല? വേദനിപ്പിക്കാൻ പാടില്ല, അവരെ മുഷിപ്പിക്കാൻ പാടില്ല, അവരെ കൊല്ലാൻ പാടില്ല, അടിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അതാണ് ഇൻസാനിയത്തിന്റെ ഒരു എന്താ പറയാ, ഒരു മീനിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. മനുഷ്യനെന്ന നിലക്ക് നമ്മൾ ധാർമ്മികമായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ മറ്റുള്ള ഗ്രന്ഥങ്ങളിലുള്ള കുറേ വാക്കുകൾ പഠിച്ചുകൊണ്ട് കൂടെ തന്നെ ഇൻസാനിയത്ത് എന്നൊരു വാക്കുകൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയണ്ടായിരുന്നു. ഇൻസാനിയത്ത് ആവണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് മാനുഷിക മൂല്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടാവണം. അതായത് റഹ്മ ഉണ്ടാവണം. അത് കാരുണ്യം, ദയ, സ്നേഹം ഒക്കെയാണ്. നീതിയും സമത്വം, എല്ലാവരോടും ഒരേപോലെ പെരുമാറാൻ പറ്റണം. മറ്റുള്ളവരോട് മാന്യതയോടുകൂടി പെരുമാറാൻ സാധിക്കണം. മറ്റുള്ളവരോട് സഹിഷ്ണുത ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഇൻസാനിയത്തിന്റെ ഫലം ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യത്തുള്ള ആളാണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് അനുകമ്പയാണ്. എന്താണ് അനുകമ്പ? അനുകമ്പ എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇത് ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പ എന്നുള്ള വാക്ക് നേരത്തെ ഉണ്ടെങ്കിലും ശ്രീനാരായണ ഗുരു അനുകമ്പയില് കുറച്ച് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അനുകമ്പ എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ദയ ആണെന്ന് പറയാം. എന്നാൽ വെറും ഒരു ദയ ആണ് എന്നല്ല, അത് ദൈവത്തിൽ നിന്ന് തന്നെയുള്ള, നമ്മൾ മറ്റുള്ളവരോട് ദയ കാണിക്കുമ്പോൾ അതിന് ദൈവത്തിന്റെ പ്രീതി കൂടി ഉണ്ടാകും എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ തന്നെ നമ്മൾ ദയ കാണിക്കണം. അപ്പോൾ ഗുരു, ശ്രീനാരായണ ഗുരു അതിനെക്കുറിച്ച് ധാരാളം, ശ്രീനാരായണ ഗുരു ഒരു മതത്തിനെ എടുത്ത് പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിനെ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാ മതങ്ങളെയും ഒന്നിപ്പിക്കാനുള്ള, ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, മതങ്ങൾക്ക് അപ്പുറത്ത് നമ്മളോട് ഒന്നിച്ചു ചേരാനാണ് ഗുരു നമ്മളോട് ആവശ്യപ്പെട്ടത്. അപ്പൊ അതനുസരിച്ച് അനുകമ്പ എന്ന് പറയുന്നത് ആളുകളോട് നമ്മൾ കാണിക്കേണ്ട കുറച്ച് മര്യാദകളും സ്നേഹം എല്ലാം തന്നെയാണ്. അതില് അദ്വൈത ദർശനമുണ്ട്. അതായത് അദ്വൈതം എല്ലാം ഒന്നിൽ നിന്ന് വരുന്നതാണ്, ഒറ്റ ഒന്നിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളൊരു വിശ്വാസം. മറ്റൊന്ന് ആത്മതുല്യത. ആത്മതുല്യത എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾ നമ്മൾ തന്നെയാണ്. മറ്റുള്ള ഒരാൾക്ക് അനുഭവിക്കുന്ന വേദന അത് നമ്മൾ അനുഭവിക്കുന്ന വേദന പോലെ തന്നെയാണ്. നമ്മുടെ അടുത്തുള്ള ഒരാൾക്ക് അത് ഏത് ജാതിയും അതാവട്ടെ, അയാൾക്കൊരു വേദന ഉണ്ടായാൽ അത് നമുക്ക്, ചില ആളുകൾക്കൊന്നും അതങ്ങനെ ഫീൽ ചെയ്യില്ല. അപ്പൊ നമുക്ക് ഒരാളുടെ അസുഖം കണ്ടാൽ, ഒരാൾക്ക് വല്ലാത്തൊരു അസുഖം വന്നു, അയാള് ബുദ്ധിമുട്ടുന്നു, ആ ബുദ്ധിമുട്ട് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മുടെ കണ്ണ് നനയുന്നുണ്ട് എങ്കിൽ നമുക്ക് ഇൻസാനിയത്തുണ്ട്, നമുക്ക് അനുകമ്പയുണ്ട്, നമുക്ക് അഗാപ്പയുണ്ട് എന്നൊക്കെ പറയാം. നമ്മളൊരു മനുഷ്യനാണെന്ന് പറയാം. ചില ആളുകളുടെ കണ്ണ് നിറയില്ല,
അനുസരിച്ച് ഒരാളുടെ അസുഖം കണ്ടിട്ട് നിങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നമുക്ക് എന്തുണ്ട്, മനുഷ്യത്വം ഉണ്ട് എന്നർത്ഥം. അത് ജാതിയോ മതമോ നോക്കിയിട്ടല്ല ഉണ്ടാവേണ്ടത് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ഒരാൾ, നമ്മുടെ അന്യനായ ഒരാൾ നമുക്ക് തുല്യമാണ് എന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പരിഗണിക്കണം. ബാക്കി ഞാൻ നോട്ട്സ് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ചെറിയൊരു പാർട്ട് കൂടിയാണ് ഇതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്നും കൂടെ ഓർത്തതാണ്. അപ്പം അനുകമ്പ മറ്റൊരു കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഈ അനുകമ്പ എന്നുള്ളത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശ്രീനാരായണ ഗുരു ആണെങ്കിലും മഹാത്മാഗാന്ധി ആണെങ്കിലും ഇവരൊക്കെ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു പോയവരാണ്. അവരിതൊക്കെ ചെയ്യാനുള്ള കാരണം, ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ചിന്ത ആ ഒരു രീതിയിലേക്ക് മാറാനുള്ള കാരണം എന്തായിരിക്കും? ഹ്യൂമാനിസത്തെ കുറിച്ച് പഠിച്ചത് തന്നെയാണ്. നമ്മളും ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മളിൽ മാറ്റം ഉണ്ടാവണം. മറ്റുള്ള വ്യക്തികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും എങ്ങനെയാണ് അവരെ സ്നേഹിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഹ്യൂമാനിസത്തിലൂടെ പഠിക്കണം. ഓരോ മനുഷ്യരും അവരുടെ ജന്മം കൊണ്ട് ചില കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഒരു തവണയെങ്കിലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ എന്തിന് ജനിച്ചു? നമ്മൾ ജനിച്ചത് വെറും ജന്മല്ല, നമ്മൾ ജനിച്ചിട്ടുള്ളത് ഒരു ഫിനിഷ്ഡ് ജന്മാണ്. അതായത് ഒരു കുറവും ഇല്ലാണ്ട് എല്ലാ അവയവങ്ങളും, കണ്ണിന് കണ്ണുണ്ട്, കാലും കൈയും എല്ലാം ഉള്ള ഒരു പെർഫെക്റ്റ് മാൻ ആയിട്ട് നമ്മൾ ഇവിടെ ജനിച്ചിട്ടുള്ളത് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്തിട്ടേ നമ്മൾ പോകാവൂ. പക്ഷെ പലരും ആ ഹ്യൂമാനിസത്തെ കുറിച്ച് അറിയുന്നില്ല. അതറിഞ്ഞാൽ ആ കാര്യങ്ങൾ നമ്മളിവിടെ പ്രവർത്തിച്ചിട്ടാണ് പോകാൻ. നമ്മളിവിടെ കുറച്ച് കാലം നമ്മളിവിടെ ജീവിക്കുള്ളൂ. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ട് പോകും. അത് ചെയ്ത ഒരാളാണ് ശ്രീനാരായണ ഗുരു. അത് എന്തൊക്കെ ചെയ്തു? അദ്ദേഹം കുറെ സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ചില ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത സമയമായിരുന്നു. അവരെയും എന്ത് ചെയ്തിട്ടുണ്ട്? ക്ഷേത്ര പ്രവേശനത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. ശ്രീനാരായണ ഗുരു ചെയ്ത കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണ്. അപ്പൊ ഇതേപോലെ ഒരുപാട് ആളുകൾ ഇടയ്ക്ക് ഇങ്ങനെ ജനിച്ചും മരിച്ചിരിക്കും. ശരിക്കും ഈ തത്വചിന്തകരൊക്കെ പറയുന്നത് ഓരോ 100 വർഷം കൂടുമ്പോഴും ഒരാൾ ജനിക്കും. ആ ആള് ഭൂമിയിൽ ആ പ്രദേശത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് മരിച്ചു പോകും എന്നാണ്. അതിൽപ്പെട്ട ആൾക്കാരാണ് ഈ പറയുന്ന ശ്രീനാരായണ ഗുരു. അത് എല്ലാ മതങ്ങളിലും വരാറുണ്ട്. മദർ തെരേസ വന്നു പോയി. എന്തുകൊണ്ട് മദർ തെരേസക്ക് സാധാരണ ഒരു സ്ത്രീയെ പോലെ വീട്ടിൽ കിടന്നുറങ്ങിക്കൂടാ? പറ്റില്ല. അവർ ഓൾറെഡി ഹ്യൂമാനിസം എവിടുന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം. അത് ദൈവികമായിട്ടാവാം, അല്ലാണ്ടേ ആവാം, ചിലപ്പോൾ വായനയിലൂടെ കിട്ടിയതാവാം. അവർ കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ട് അവർ മരിച്ചു പോകും. അതിവിടെ ഓർക്കപ്പെടുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് ശ്രീനാരായണ ഗുരു. ഗാന്ധിജിയെ കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട്. ഒരു സബ്ജക്റ്റ് തന്നെ ഉണ്ട്. അതോടൊപ്പം ഇതിലും നമുക്ക് അഹിംസയൊക്കെ വരുന്നുണ്ട്. അതും ഒരു രീതിയാണ് മനുഷ്യൻ ജീവിക്കുന്നതിൻ്റെ. എന്തായാലും ശ്രീനാരായണ ഗുരു ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് അദ്ദേഹം എന്താ പറയാ, നമ്മളൊക്കെ മനസ്സിൽ ജീവിക്കുന്നു. ഈ അനുകമ്പ ദശകം ഉണ്ട്. അത് ശ്രീനാരായണ ഗുരു എഴുതിയ ഒരു ബുക്കാണ്, അനുകമ്പ ദശകം എന്ന് പറയുന്നത്. അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഈ ഒരു കൊട്ടേഷനൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഒരു മൊഴി എന്നാൽ അത് ദയ, മറ്റാരും മൊഴി പറഞ്ഞിടരുതർത്ഥമൊഴികെ. അതായത് ഒരു വാക്കേ പറയാവൂ എങ്കിൽ അത് ദയ ആയിരിക്കണം. ആവശ്യമില്ലാത്തതും അനർത്ഥകരവുമായ മറ്റൊരു വാക്കും പറയരുത്. ദാറ്റ് മീൻസ് ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാക്കിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യനെ നമ്മൾ ദയ കൂടെ, ഒരു വാക്ക് മതി ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരു അടി കിട്ടിയാൽ നമുക്കത് കുറച്ച് കഴിഞ്ഞാൽ മറക്കും.
ബട്ട് ചില വാക്ക് നമുക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അതൊരടി കിട്ടുന്നതിനേക്കാൾ വലുതാണ് വേദനിക്കും. അതുകൊണ്ട് ദയ, അനുകമ്പ എന്നുള്ളത് ശ്രീനാരായണ ഗുരു അതിനെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതങ്ങളിലും അത് നമുക്ക് കാണാൻ പറ്റും. അത് എന്താണ്, ഈ ഒരു കൊട്ടേഷനും കൂടെ വെച്ചിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പം മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ കടമയാണ് ഒരാളെ വേദനിപ്പിക്കാതെ നമ്മളൊക്കെ മരിച്ചു പോവുക എന്നുള്ളത്. ഒരു വാക്ക് ഒരാളെ എത്ര വേദനിപ്പിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പം അടുത്ത് ഉണ്ടായ ഒരു സംഗതിയാണല്ലോ, ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ അതേ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു സ്ത്രീ അയാളുടെ റിട്ടയർമെന്റിന്റെ സമയത്ത്, റിട്ടയർമെന്റ് അല്ല ട്രാൻസ്ഫറിന്റെ സമയത്ത് വേണ്ടാത്തൊരു വാക്ക് ഒരു സ്ത്രീ കടന്നു വന്നിട്ട് പറഞ്ഞു അയാളെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ജോലി ട്രാൻസ്ഫർ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് മാറിപ്പോവാണ്. ഇനി 1 വർഷത്തെ സർവീസ് ഉള്ളൂ. അവിടെ ചെന്നിട്ട് ആ ഫാമിലിയിലേക്ക് ചെല്ലുകയാണ്. ഫാമിലിന്റെ അടുത്ത് തന്നെയാണ് അടുത്ത ജോലി വരുന്നത്, ലാസ്റ്റ് വർഷം. അദ്ദേഹത്തെ കാത്ത്, ജോലി ട്രാൻസ്ഫർ ആയി വരുന്ന ആ മനുഷ്യനെ കാത്ത് 2 പെൺകുട്ടികളും അമ്മയും ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് അന്ന് ആ മനുഷ്യൻ എത്തിയില്ല. പിറ്റേന്ന് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയാണ് അവിടേക്ക് എത്തുന്നത്. അയാള് ആത്മഹത്യ ചെയ്തതാണ്. അയാൾ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ പറഞ്ഞ ഒറ്റ വാക്കാണ്. അപ്പൊ അത് നിങ്ങൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതെന്തോ ആവട്ടെ, ആ ഒരു വാക്ക് ആ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ കാരണമായെങ്കിൽ ഒരു വാക്കിന്റെ വില എന്താണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. അവിടെയാണ് ശ്രീനാരായണ ഗുരു ഈ പറഞ്ഞത്, ഒരു വാക്കേ പറയാവൂ എങ്കിൽ അത് ദയായിരിക്കണം, ആവശ്യമില്ലാത്തതും അനർത്ഥകരവുമായ മറ്റൊരു വാക്കും പറയരുത്. അപ്പോൾ അനുകമ്പ നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ടതാണ്. ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് കുറച്ചും കൂടി നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ടതും പ്രവർത്തിപ്പിക്കേണ്ടതുമായ മറ്റൊരു കാര്യമാണ് വിമോചനം, അതായത് ഇമാൻസിപ്പേഷൻ. എന്താണ് ഇമാൻസിപ്പേഷൻ? ഇതിന് വിമോചനം എന്ന് പറയാം. ഇമാൻസിപ്പേഷൻ എന്തിൽ നിന്നാണ് നമുക്ക് വിമോചനം ഉണ്ടാവേണ്ടത്? ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വിമോചനം ഉണ്ടാവണം. കാരണം നമ്മൾ എവിടെയൊക്കെയോ കുടുങ്ങി കിടക്കുകയാണ് മനുഷ്യൻ. കുറേയൊക്കെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാർ, വിമോചകർ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ അവതാരങ്ങൾ. ഇപ്പോൾ നമ്മുടെ എന്താ പറയാ, ഹിന്ദു മതത്തിൽ അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കൃഷ്ണൻ ജനിക്കുന്നു, വിഷ്ണു ജനിക്കുന്നു. ഇവരുടെയൊക്കെ ജനനത്തിന് ഓരോ കാരണങ്ങളുണ്ട്. അവരൊക്കെ വന്നതിന് ഇന്നതിനാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു. ഓരോ പ്രവാചകന്മാരും അത് ശരിക്കും അവതാരങ്ങൾ ആയിട്ടാണ് എന്താ പറയാ, ഹിന്ദുമതത്തിൽ കണക്കാക്കുന്നത്. പലപ്പോഴും ഇതൊക്കെ ഒന്നാണ് എന്നുള്ള ചർച്ചയും നടക്കുന്നു. അപ്പൊ ഓരോ പ്രവാചകന്മാരും വരുന്ന സമയത്ത് ഓരോ ഉദ്ദേശമുണ്ട്. അവർ ചില കാര്യങ്ങൾ ചെയ്യാൻ വരുന്നതാണ്. നമ്മുടെ ലാസ്റ്റ് പ്രൊഫറ്റ് വന്നത് 1-2 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാണ്. 2 കാര്യം ഞാൻ പറയാം, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അതൊന്ന് അനാഥകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. രണ്ടാമത് സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അവ എന്തോ ആ സമയത്ത് പ്രൊഫറ്റ് ജനിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ, പെൺകുട്ടികളാണ് ജനിക്കുന്നത് എങ്കിൽ മണ്ണിട്ട് കുഴിച്ചു മൂടുക, ജീവനോടെ കുഴിച്ചു മൂടുക, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ ആ സമയത്ത് നിലവിലുണ്ട്. അപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവരെ വിമോചിപ്പിക്കണം. അതിന് വന്ന ഒരു പ്രവാചകനാണ് അവർ ലാസ്റ്റ് പ്രൊഫറ്റ്. അതിന്റെ മുന്നേ ഉള്ള കുറെ ആളുകളുണ്ട്.
അവരൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ ഒന്നോ രണ്ടോ ഉദ്ദേശങ്ങൾ ഉണ്ടാവും. സമൂഹത്തിൽ വളരെ നീചമായ ചില കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹമാണ് ലൂത്ത് നബിയുടെ കാലഘട്ടം. അതിന്ന് ആളുകളെ മാറ്റിയെടുക്കാനാണ് അപ്പോൾ ഒരാൾ വരുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ വൃത്തികേടുകൾ കൊടികുത്തി വാഴുന്ന സമയത്ത് അവതാരങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് കൃഷ്ണനും വിഷ്ണുവിൻ്റെ ഒക്കെ അവതാരങ്ങൾ വരുന്നത്. ഭൂമിയിലുള്ള ചില കാര്യങ്ങളെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ്. സോ വിമോചനം എന്ന് പറയുന്നത് എന്തിൽ നിന്നൊക്കെ നമുക്ക് വിമോചനം ഉണ്ടാവണം? മനുഷ്യന്റെ മുഴുവൻ കഴിവുകളും സാധ്യതകളും തിരിച്ചറിയാനും സ്വതന്ത്രമായും യുക്തിപരമായും ജീവിക്കാനും കഴിയുന്ന ഒരവസ്ഥ കൈവരിക്കുക. മനുഷ്യൻ എന്ന് പറയുന്നത് മനനം ചെയ്യാൻ സാധിക്കുന്ന ആളാണ്. ഒരുപാട് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറി ജീവിയാണ് മനുഷ്യൻ. അവനങ്ങനെ തടഞ്ഞിടാൻ പാടില്ല. പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ തടഞ്ഞിടും. ആ തടഞ്ഞിടുന്നതിൽ നിന്ന് വിമോചിപ്പിക്കണം. അത് എവിടുന്നൊക്കെ വരുമെന്ന് ചോദിച്ചാൽ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും അധികാരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. കുറെയൊക്കെ വിശ്വാസത്തെ നമുക്ക് അന്ധവിശ്വാസം എന്നും പറയാം. ആ വിശ്വാസത്തിൽ നമ്മൾ പെട്ടുകിടക്കുകയാണ്. നമ്മളൊക്കെ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, അത് വിശ്വസിക്കാത്തവരുണ്ടാവാം. ഏത് മതത്തിലും നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ടുള്ള നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, തെറ്റിദ്ധരിക്കപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്, വേണ്ടാത്ത കുറെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമുക്കത് ആലോചിക്കുമ്പോൾ തന്നെ അത് തെറ്റാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ മതങ്ങളിൽ പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും അത് മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. ഏത് മതത്തിലും മുമ്പുണ്ടായ അതേ ആരാധനകളും അതേ രീതിയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അല്ല. മാറ്റം വന്നു. കുറെയൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പല മതങ്ങളിലും സ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അത് ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അല്ല. അത് തെറ്റിദ്ധരിക്കപ്പെട്ടുണ്ടായതാണ്. അപ്പോ വിമോചനം എന്നുള്ളത് പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് എന്താണ് രക്ഷപ്പെടാനുള്ള ഒരു 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 ചിന്താഗതി കൊണ്ടുവരലാണ്. എന്നിട്ട് അതിന് അവരെ വിമോചിപ്പിക്കലാണ്. ഇത് കുറച്ച് ആൾക്കാരുടെ ഉദ്ദേശമായിരുന്നു. അതിനു വേണ്ടിയിട്ടും കുറേ ആളുകൾ ഇവിടെ ജന്മം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജനിച്ചു മരിച്ചിട്ടുണ്ട്. അവരുടെ ജീവിത സമയം അതിനു വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. അപ്പോ വിശ്വാസങ്ങളിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കണം. കുറച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം. എന്നാലാണ് നമുക്ക് വിശ്വാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഇപ്പൊ നിലവിലുള്ള വിശ്വാസങ്ങൾ, ഇപ്പൊ മതത്തിൽ വിശ്വസിക്കുന്നത്, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്നുള്ളത്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നന്നായി ആരാധിക്കുന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ, ഇനി മറ്റുള്ളവരെ വേണ്ട, ഏതെങ്കിലും ജീവിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധനകൾ വേസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു അയൽവാസിയെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരാധനകൾ വേസ്റ്റാണ്. ജലാലുദ്ദീൻ റൂമിയുടെ ഒരു കവിതയുണ്ട്. ഹജ്ജിന് പോകുന്ന ആൾക്കാരോട്, ഒരു വിവാദമായ ഒരു കവിതയാണ്. ഹജ്ജിന് പോകുന്ന ആൾക്കാരോട് നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരൂ, നിങ്ങൾ വെറുതെ പോവുകയാണ്, നിങ്ങൾ അവിടെ പോയിട്ട് വെറുതെ ബലിയെറുക്കുകയാണ്, നിങ്ങൾ വെറുതെ ക്യാഷ് ചെലവാക്കുകയാണ്, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. കേൾക്കുമ്പോൾ നമുക്കത് ഒരു നെഗറ്റീവ് കവിതയായിട്ടൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ജലാലുദ്ദീൻ റൂമി അത് പറയുന്നത്, നമ്മുടെ തൊട്ടടുത്ത് പട്ടിണി കിടക്കുന്ന ഒരാളുണ്ട് എങ്കിൽ നിങ്ങൾ ഹജ്ജിന് പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ തൊട്ടടുത്ത് ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ 10 ലക്ഷം രൂപ സംഭാവന ചെയ്തിട്ടുണ്ടോ? ഒരു കാര്യമില്ല. അതിനേക്കാൾ പ്രതിഫലം കിട്ടുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന പട്ടിണി കിടക്കുന്ന ആൾക്കാണ്. അമ്പലത്തിലേക്ക് ഒരു 10 ലക്ഷം രൂപ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഈ പറഞ്ഞ നമ്മൾ തൊട്ടടുത്തുള്ള
അതാണ് മാനുഷികത, ഹ്യൂമാനിസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇമാൻസിപ്പേഷനിൽ നമുക്ക് എന്ത് വേണം? വിമോചനം കിട്ടണം. എന്തെന്നൊക്കെ കിട്ടണം? വിശ്വാസത്തിൽ നിന്ന് കിട്ടണം, ധാർമ്മികമായ സ്വാതന്ത്ര്യം കിട്ടണം, സാമൂഹ്യവും രാഷ്ട്രീയപരവുമായ വിമോചനം ഉണ്ടാവണം. ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷനിൽ കുടുങ്ങി കിടക്കും. സാമൂഹ്യപരവും രാഷ്ട്രീയം, നമ്മുടെ രാജ്യം തന്നെ നമ്മളെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥ വരും. ഇല്ലെങ്കിൽ ചില വംശീയ റേസിസം, ജാതിപരമായ കുറേ കാര്യങ്ങൾ, ലിംഗപരമായ കുറേ കാര്യങ്ങൾ, സോഷ്യൽ ഇൻഇക്വാലിറ്റി, ഇതിൽ നിന്നൊക്കെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വിമോചനം. അപ്പോൾ ഇതൊന്ന് പലരും ഇതിൽ പെട്ട് കിടക്കുന്നുണ്ടാവും. ഇതിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. നമ്മൾ ഒരു ഹൈ എഡ്യൂക്കേറ്റഡ് ആവുമ്പോൾ, അതായത് നമ്മളൊരു ഡിഗ്രി ഹോൾഡർ ആവുമ്പോൾ, നമുക്ക് അത്യാവശ്യം വിവരമായി, സാധാരണ ഒരു നിരക്ഷരനോട് ദൈവം ഒന്നും ചോദിക്കൂല മരിച്ചു ചെന്നാൽ. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. മരിച്ചിട്ട് നമ്മളൊക്കെ എവിടെയെങ്കിലും നമ്മൾ മരിച്ചിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ എത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം വിവരമുണ്ട്, നിങ്ങൾക്ക് പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി നിങ്ങൾ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? അപ്പൊ നമുക്ക് എടുത്ത് പറയാൻ പറ്റണം ഇത്തരം ഹ്യൂമാനിറ്റീസ്. അപ്പൊ നമ്മുടെ ബാധ്യതയാണ് ഇത്തരത്തിലുള്ള വംശീയത, ലിംഗവിവേചനം, സാമൂഹിക അസമത്വം ഇതൊക്കെ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ശരിക്കൊരു മനുഷ്യനായി മാറിയെന്ന് പറയാം. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്, ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് കുറേ വാക്കുകളാണ്. അതിൻ്റെ മീനിങ്ങും അതെവിടെ നിന്ന് വന്നു എന്നതിനെ കുറിച്ചൊക്കെയാണ്. ഇനി ഈ യൂണിറ്റിൽ അവസാനമായിട്ടൊരു വാക്ക് നമ്മൾ പരിചയപ്പെടുന്നത് ഉബുണ്ടു എന്നുള്ളൊരു വാക്കാണ്. ഉബുണ്ടു ഹ്യൂമനിസവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഉബുണ്ടു. ഇത് ആഫ്രിക്കയിൽ നിന്ന് ഉണ്ടായ ഒരു വാക്കാണ്. അവിടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിലെ ഒരു വാക്കാണ്. ഇത് ഹ്യൂമനിസത്തിലെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹ്യൂമനിസത്തിൽ ഒരു പ്രധാനപ്പെട്ട വാക്ക് തന്നെയാണ് ഉബുണ്ടു. എന്താണ് ഉബുണ്ടു എന്ന് ചോദിച്ചാൽ, ഞാൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഉള്ളത്, അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റുള്ളവരിലൂടെയാണ് വ്യക്തിയാവുന്നത്. എന്താണ് ഉബുണ്ടുവിന്റെ പ്രത്യേകത? അതായത് എന്നിൽ നിന്നും വിഭിന്നമല്ല വേറെ ആരും. അതായത് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ഒരു വാക്ക്. ഹിന്ദു കൺസെപ്റ്റ് അനുസരിച്ച് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് മാതാസ പാർവതി ദേവോ പിതാ മഹേശ്വര, എന്നിട്ട് അടുത്ത സെന്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ മാനവ ബാന്ധവ സർവേ ഭുവനത്രയം. മാനവ ബാന്ധവ എന്ന് പറഞ്ഞാൽ ഹ്യൂമൺ ആർ റിലേറ്റഡ്, മനുഷ്യന്മാരൊക്കെ ഒന്നാണ്, ഒരു ഫാമിലിയാണ് നമ്മൾ എന്നർത്ഥം. നമ്മളൊരു ഫാമിലിയാണ് മനുഷ്യന്മാര്. അത് അങ്ങനെ തന്നെയാണ് എന്താ പറയാ, പല മതങ്ങളും വിശ്വസിക്കുന്നത്. നമ്മൾ ഒരു ഫാദർ ആൻഡ് മദറിൽ നിന്നുണ്ടായ ആൾക്കാരാണ്. അപ്പോ ഒരാൾ വലിയ ആള്, ഒരാൾ ചെറിയ ആള്, അങ്ങനെയൊന്നുമല്ല. ഒരിക്കൽ ഒരു രസകരമായ ഒരു കോൺവെർസേഷൻ കേട്ടത്, ഒരു വ്യക്തി വന്നിട്ട്, ഇപ്പൊ നമ്മളൊക്കെ ഈ തറവാടിന്റെ മഹത്വങ്ങൾ പറയുന്ന ആൾക്കാരാണ്, ഞങ്ങൾ വലിയ തറവാടാണ്, അല്ലെങ്കിൽ നിങ്ങൾ വലിയ എന്താ പറയാ ജാതിക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നടക്കാറുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഇടയ്ക്ക് ഒരാളെ പരിചയപ്പെട്ടിട്ട് പറയാണ്, ഞാൻ ഈ ഖലീഫമാരുണ്ടല്ലോ, പ്രവാചകന്റെ ലാസ്റ്റ് പ്രൊഫറ്റിന്റെ ശേഷം വന്ന ഖലീഫമാരുണ്ട്. അപ്പൊ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, ആ ഖലീഫയുടെ ഉമർ ഖലീഫയുടെ
ബന്ധുവിൽപ്പെട്ട കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് ഞാൻ. ഉമർ ഖലീഫയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് ഞാൻ എന്നൊരാൾ പരിചയപ്പെടുത്തുന്നു മറ്റൊരാളോട്. അപ്പോൾ അതിൻ്റെ ഒരു മഹത്വമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് കേട്ടിരുന്ന മറ്റൊരു മനുഷ്യൻ പറയുന്നു, നിങ്ങൾ ഉമർ ഖലീഫന്റെ ബന്ധുവായിരിക്കാം, പക്ഷെ ഞാൻ ഒരു പ്രവാചകന്റെ മോനാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഉമർ ഖലീഫന്റെ ബന്ധുവാണെങ്കിൽ ഞാൻ പ്രവാചകന്റെ പേരക്കുട്ടിയാണ്. അപ്പൊ ആളുകൾക്ക് ആകെ സംശയമുണ്ടായി, ഇതെന്താ അങ്ങനെ പ്രവാചകന്റെ പേരക്കുട്ടിയോ? അതാരാ? ആ അതായത് ഞാൻ ആദം നബിയുടെ പേരക്കുട്ടിയാണ്. ശരി, എല്ലാ മനുഷ്യന്മാരുണ്ടായത് അവിടെ നിന്നാണ്. അപ്പൊ ഒരാൾ മാത്രമല്ല വലുത്, എല്ലാവരും വലുത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് വേണ്ടത്. ഉബുണ്ടുവിൽ പറയുന്നത് എല്ലാവരും ഒന്നാണ്. അപ്പോ അതല്ല ഞാൻ ബൈബിളിൽ പറഞ്ഞ വാക്യം, ഞാനോ ശിരസ് നിങ്ങളോ അവയവങ്ങൾ എന്ന് പറയുന്നതും ഇതന്നെയാണ്. ദൈവത്തിന്റെ അവയവങ്ങളാണ് ബാക്കിയെല്ലാം. ലോകത്ത് കാണുന്ന എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ അവയവങ്ങളാണ്. അപ്പോ അവിടെ നമുക്ക് റിലേഷൻ ഉണ്ടാവണം. മാനവ ബാന്ധവ സർവേ ഭുവനത്രേ, മനുഷ്യന്മാർ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാവണം. മനുഷ്യൻ ഒറ്റപ്പെട്ട ദ്വീപല്ല, മറിച്ച് മറ്റുള്ളവരുമായി ബന്ധങ്ങളിലൂടെയും കമ്മ്യൂണിറ്റിയിലൂടെയുമാണ് വ്യക്തിത്വം പൂർണ്ണമാകുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് മനുഷ്യന്മാർ തമ്മിൽ? ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നു. നമ്മൾ ആരെ വേദനിപ്പിക്കുന്നുവോ, ആരോട് നമ്മൾ വേണ്ടാത്ത വാക്ക് പറയുന്നുവോ, അതിന് നമുക്ക് തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. അപ്പോൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചും ആശ്രയിച്ചും ജീവിക്കേണ്ട ആൾക്കാരാണ്. അത് ഉബുണ്ടുവിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഉബുണ്ടുവിൽ പറയുന്ന പ്രത്യേക ഒരു കാര്യം ഇതാണ്, നമ്മൾ ഒരു മനുഷ്യനാവണമെന്നുണ്ടെങ്കിൽ ആ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും ദുർബലനായ വ്യക്തിയുടെ ആവശ്യം നിറവേറ്റാൻ സാധിക്കണം നമുക്ക്. അതിലൂടെ മാത്രമേ നല്ലൊരു സമൂഹം ഉണ്ടാവൂ. നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ പല തട്ടുകളാക്കി വെച്ചിരിക്കുകയാണ്. ചില ആളുകൾക്ക് മാത്രമാണ് ചില കാര്യങ്ങൾ കിട്ടുക, ബാക്കി അവർ പാവങ്ങളെ പോലെ തന്നെ ജീവിക്കുക. ഇത് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. എന്തിന് സമൂഹത്തിൽ കുറച്ച് ആളുകളെ ആരോഗ്യവാന്മാരായിട്ടും കുറച്ച് ആളുകളെ രോഗികളായിട്ടും സൃഷ്ടിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ ഒരു പരീക്ഷണമാണ്. നമ്മുടെ മുന്നിലേക്ക് ഒരു അനാരോഗ്യമായ ഒരാളെ നമുക്ക് ഇട്ടുതരും, രോഗിയായ ഒരാളെ നമുക്ക് ഇട്ടുതരുന്നത് നമ്മൾ അനലൈസ് ചെയ്യാനാണ്. രണ്ട് കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യണം, മറ്റേത് അയാളെ പരീക്ഷിക്കാനും. അതിൽ രണ്ടാൾക്കും ഗുണമുണ്ട്. നമ്മൾ അയാളെ സഹായിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു, അയാൾ ക്ഷമിച്ചാൽ അയാളും രക്ഷപ്പെട്ടു. ജീവിതത്തിന് രണ്ട് ഭാഗമുണ്ട്, ഒരു ഇരുട്ടും വെളിച്ചവും എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ആരോഗ്യം അനാരോഗ്യമൊക്കെ. ഇതൊക്കെ ഒരു വലിയ കൺസെപ്റ്റാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് പഠിക്കാനൊക്കെ പറ്റുന്ന വളരെ രസകരമായ കൺസെപ്റ്റുകളാണ്. ചിന്തിക്കാൻ പറ്റുന്ന കുറച്ച് കൺസെപ്റ്റ്സാണ്. അപ്പോൾ ഉബുണ്ടു എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുന്ന ഒരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിലൂടെ വന്ന, ആ കൺസെപ്റ്റ് ഫോളോ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതൊന്ന് നെൽസൺ മണ്ടേലയാണ്. നെൽസൺ മണ്ടേല എല്ലാവരെയും ഒരേപോലെ കാണുന്നതിന് വേണ്ടി ഇപ്പൊ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ മനുഷ്യനാണ്. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചത്? ഇവരൊക്കെ ജീവിക്കുമ്പോൾ ഇവരുടെ നല്ല ലൈഫ് ഇല്ലാണ്ടാവാണ്. കുറെ ജയിലിൽ കടന്നിട്ടും കുറെ ബുദ്ധിമുട്ടിയിട്ടും കുറെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓടി നടന്ന് അവരുടെ ആയുസ് അങ്ങോട്ട് തീരുകയാണ്. അവർക്ക് നല്ല ലൈഫ് കിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? അത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നെൽസൺ മണ്ടേല ആ ഉബുണ്ടു എന്നുള്ള ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളാണ്. ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇതേപോലെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഈ ഒരു വാക്കിന് ഹ്യൂമാനിസവുമായിട്ടും ബന്ധമുണ്ട്, ഉബുണ്ടു എന്നുള്ള വാക്കിന്. സോ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 1 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.
ഞാൻ കുറച്ച് പാർട്ട് നോട്ട് വെച്ചിട്ടാണ് പറഞ്ഞുള്ളത്. PPT ഉണ്ടാക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ ഞാൻ എടുക്കുന്നില്ല. രണ്ടാമത്തെ യൂണിറ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നന്നായിട്ട് വായിക്കുക. കുറച്ച് നിങ്ങൾ ഡീപ്പായി ചിന്തിച്ച് വായിച്ചാലാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുക. അത് അങ്ങനെയുള്ളൊരു സബ്ജക്റ്റാണ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ?